കോഴിക്കോട് പുതിയങ്ങാടിയിൽ ദേശീയ പണിമുടക്കിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ UDF പ്രവർത്തകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്നും പരാതി. GM-UP സ്കൂളിലെത്തിയ അധ്യാപകരെ CITU പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. അപ്പോൾ അയാളിൻ്റെ മോദി കടിച്ച അതേ ഉള്ളൂ. അങ്ങനെ ഒറ്റ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. നാസറിന് പറഞ്ഞ ലീഗിന്റെ എന്താണ്ട് കളിച്ചെന്ന് വെച്ചിട്ടാ ഉന്തി. ഞാനവിടെ ഈ പോസ്റ്റിന് എടുക്കുമായിരുന്നു. ഞാനെടുക്കുമ്പോൾ എൻ്റെ ബാറ്റ് കൂടെ ആരും ഉന്തി. അപ്പോൾ അയാളിൻ്റെ മോദി കടിച്ച അതേ ഉള്ളൂ. അങ്ങനെ ഒറ്റ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. നാസറിന് പറഞ്ഞ ലീഗിന്റെ എന്താണ്ട് കളിച്ചെന്ന് വെച്ചിട്ടാ ഉന്തി. ഞാനവിടെ ഈ പോസ്റ്റിന് എടുക്കുമായിരുന്നു. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ സ്കൂളിൽ ക്ലാസ്സിൽ വന്ന കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പിടിച്ചു തള്ളി എന്നാണ് പറയുന്നത്. ഇതാരാണെന്ന് കൂടി കൃത്യമായി കുട്ടിക്ക് അറിയാം അല്ലേ? സ്മൃതി, അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല, തൊട്ടടുത്തുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഇതറിഞ്ഞ് ഇവിടേക്ക് എത്തിയ കുട്ടിയാണ്. കുട്ടി പറയുന്നത് ലീഗ് നേതാവാണ് തന്നെ അടിച്ചത്, ഉന്തിയത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നാസർ എന്ന് പറയുന്ന ആള് ലീഗിന്റെ നേതാവല്ല. അദ്ദേഹം നാസർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്. അദ്ദേഹം എനിക്കൊപ്പമുണ്ട്. നടന്ന സംഭവം അദ്ദേഹം പറയും എന്ന് പറയാം. എൻ്റെ വാപ്പൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹളം കേട്ടിട്ടാണ് കുട്ടിയെ ഓടി വന്നത് അല്ലേ? അതെ അതെ അതെ. എൻ്റെ വാപ്പൻ, ആ പയ്യൻ കരയുന്നുണ്ട്. എൻ്റെ വാപ്പൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്തടിച്ച സമയത്ത് ഞാൻ ആ പയ്യനെ തള്ളി. ഇല്ല മോൻ പറഞ്ഞു നീ എന്താ കാണിക്കുന്നത് പറഞ്ഞ അവനെ തള്ളിയിട്ട് മുഖത്തടിച്ചെന്ന് പറഞ്ഞു. ഇല്ല എൻ്റെ മുഖത്തടിച്ച ആ പയ്യൻ എൻ്റെ മുഖത്താണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിടിച്ച തള്ളി പിടിച്ച പെട്ടെന്ന് തള്ളു. നമുക്കൊരു അടി കിട്ടുമ്പോൾ നമ്മൾ ഷോക്കാവുമല്ലോ. ആ സമയത്ത് ഞാനൊന്ന് തള്ളി. ആ സമയത്താണ് പിന്നെ ഇവർ എല്ലാവരും കുട്ടീനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ തല്ലാനുള്ള രീതിയിൽ നിന്നിരുന്നു. കുട്ടിൻ്റെ വാപ്പ എന്നെ വന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ വന്ന് മാറി പിടിച്ച് ചവിട്ടി. ഈ സംഭവത്തിന് ശേഷം ഈ സംഭവത്തിന് ശേഷം പക്ഷെ ഞാൻ ഒന്നും തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. കാരണം വെറുതെ നമ്മൾ നാളെയും കാണേണ്ട ആളുകളാണ്. എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ അതിൽ? അത് രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നില്ല. ആ കുട്ടീനെ തല്ലി എന്ന് ആ പിന്നെ വാപ്പ തെറ്റിദ്ധരിച്ചപ്പോൾ വാപ്പൻ്റെ ഒരു കുട്ടി അതെ സമരം കുട്ടി പറയുന്ന ലീഗ് നേതാവെന്ന് പറഞ്ഞു. അത് അത് കുഴപ്പമില്ല. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. സംഭവം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഞാൻ അടിച്ചെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ സത്യത്തിൽ ആ കുട്ടി കരഞ്ഞു വന്നിട്ട് എന്നെ അടിക്കാൻ ചെയ്യും. എൻ്റെ വാപ്പൻ അടിച്ചല്ലോ എന്ന് പറഞ്ഞാണ്ട് എന്നെ അടിക്കാൻ ചെയ്യും. അതാണ് സത്യസന്ധമായിട്ട് നടന്നതാണ്. സ്മൃതി, ഇതാണ് നടന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. കുട്ടി പറയുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ്. ഇദ്ദേഹം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. പക്ഷെ കുട്ടി പറയുന്നു ലീഗിന്റെ നേതാവാണെന്ന് പറഞ്ഞു. ലീഗിന്റെ നേതാവല്ല, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. നടന്ന സംഭവം ഇതാണെന്ന് ഇദ്ദേഹം പറയുന്നു. പക്ഷേ കുട്ടിയോട് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ലീഗിന്റെ നേതാവ് നാസറാണ് അടിച്ചത്, പിടിച്ച് തള്ളി മുഖത്തടിച്ചു എന്ന് പറയുന്നു. ഏതായാലും രണ്ട് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകളാണ്. കുട്ടിയുടെ പിതാവ് എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണ്. ഏതായാലും CITUകാരാണ് ഇവിടെ സമരവുമായി വരുന്നത്. അധ്യാപകരൊക്കെ തന്നെ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നു. കുട്ടികൾ സ്കൂളിൽ വന്നിരുന്നുവെന്ന് പ്രധാന അധ്യാപകർ ടീച്ചേഴ്സും പറയുന്നു. പക്ഷേ സമരക്കാരായ CITUകാർ പറയുന്നു കുട്ടികൾ വന്നില്ല എന്ന് പറയുന്നു. അധ്യാപകർ പറയുന്നു കഴിഞ്ഞ 16 വർഷമായി ഇവിടെ ജോലി ചെയ്ത അധ്യാപകർ പറഞ്ഞു ഇവിടെ ഒരു സമരകാലത്ത് സ്കൂൾ പൂട്ടിയിട്ടില്ല, വരുന്നവരെ കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ് വിട്ടിട്ടുള്ള, സ്കൂൾ പൂട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ സമരക്കാരായ CITUകാർ പറയുന്നു ദേശീയ പണിമുടക്കിന് ഒരു കാലത്ത് ഈ സ്കൂൾ തുറന്നിട്ടില്ല, തുറന്നാലല്ലേ പൂട്ടേണ്ട സാഹചര്യമുള്ളൂവെന്ന് CITUകാർ പറയുന്നു. ഏതായാലും PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അധ്യാപകർക്കൊപ്പം നിന്നു. പക്ഷേ CITUകാരും നാട്ടുകാരാണ്, അവർ മറുവശത്ത് നിന്നു. അങ്ങനെയാണ് ഈ വാക്കേറ്റം തർക്കത്തിനുണ്ടായത്. PTA പ്രസിഡന്റ് എനിക്കൊപ്പം ഉണ്ട്. പേരെങ്ങനെയാ ചേട്ടാ? നവാസ്. എന്താ ശരിക്കും സ്കൂൾ പൂട്ടാറുണ്ടോ സമരത്തിന്? ഞാൻ പരിസരത്ത് തന്നെ താമസിക്കുന്നത്. ഞാൻ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും PTA പ്രസിഡന്റ് രാഷ്ട്രീയമില്ല. നമ്മളെല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകണം. സ്കൂളിൽ ഇന്ന് കുട്ടികൾ വന്നിരുന്നോ? സ്കൂളിൽ വന്നിട്ടുണ്ട്. കുറഞ്ഞ കുട്ടികൾ വന്നിരുന്നു. സമരക്കാർ പറയുന്നത് വന്നിട്ടില്ല. കുറഞ്ഞ കുട്ടികൾ വന്നിരുന്നു. എനിക്കങ്ങ് മറ്റേ സമരക്കാർ പറയുന്ന മാതിരിയല്ല സംഭവം. കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടികളടക്കം ഈ സമരത്തിന് സ്കൂൾ പൂട്ടാറുണ്ടോ സാധാരണ? ഞാൻ ഇതുവരെ കണ്ടില്ല. ഇതിനു മുൻപ് 7 വർഷം കണ്ട് PTA പ്രസിഡന്റ് ഒരാൾ പറയുന്നു ഇതുവരെ സമരത്തിനൊക്കെ തന്നെ പൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. രാഷ്ട്രീയമാണ്, അതൊക്കെ രാഷ്ട്രീയം.
നമ്മൾ ഈ രാഷ്ട്രീയ കണ്ണിൽ വെച്ച് നോക്കും. തൊട്ടടുത്ത് തന്നെ ഒരു സ്വകാര്യ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നു. ആ ഏരിയയിൽ ഉണ്ട്. ഓ, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയില്ല. സ്കൂള് ചുങ്കത്ത് സ്കൂളുണ്ട്. അവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല. നിങ്ങളിപ്പോൾ പോയ അവിടെ കാണാൻ ഒരു മിനിസ്റ്ററിൽ പോയി ചെക്ക് ചെയ്യുക അവിടെ എത്ര അധ്യാപകർ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ചുങ്ക സ്കൂൾ അറിയോ? ഈ ചുങ്കത്ത് നിങ്ങളൊക്കെ നാട്ടുകാരല്ല, വന്ന സമരത്തിന് വന്ന സിയേറ്റൊക്കെ നാട്ടുകാരാണ്, നിങ്ങൾ നാട്ടുകാരാണ്. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയ കണ്ണിലല്ലേ ഒരു കാണുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു PTA പ്രസിഡന്റ് നിലക്ക് അല്ല നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. സ്കൂളാണ്, ഇതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒന്ന് ഫണ്ട് കിട്ടാൻ വർഷങ്ങളും മാസങ്ങളും പിടിക്കും. പിന്നെ അത് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ PTA ഫണ്ടെന്ന് നമ്മൾ ഒരു കുട്ടീനെ അടിച്ചെന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അടിച്ചെന്ന് ഞാൻ അത്ര വലിയ ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ ബഹളത്തിൻ്റെ ഇടയിൽ മാറുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാഷ്ട്രീയമായിട്ട് നിൽക്കാൻ. അതിൽ അധ്യാപകരൊക്കെ മടങ്ങിപ്പോയി. ഞാനൊരു PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ രാഷ്ട്രീയം പറയാൻ പാടില്ലല്ലോ. എന്തായാലും ഇവിടെ വന്ന വിദ്യാർത്ഥികൾ ഈ സമരവും കൊടിയെല്ലാം കണ്ടിട്ട് തിരിച്ചു പോയതാണ്. കുട്ടികളെ പേടിച്ച് കാണോ ഇതൊക്കെ കാണോ? പേടിച്ച് കാണോ? എൻ്റെ കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് പോരുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഞാനിതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഇത്രയും വയസ്സിലെടുക്ക് ഇങ്ങനെ ഒരു സമരം പ്രതികരണമാണ് കാണുന്നത്. ഏതായാലും അവിടെ ഉന്തും തള്ളും സംഘർഷമുണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനിടയ്ക്ക് അടിച്ചു എന്നുള്ള ആരോപണം അത് നിഷേധിക്കുന്നുമുണ്ട് ചിലർ. തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.